കോടികളുടെ കുടിശ്ശികയിൽ ആരോഗ്യവകുപ്പിന് താൽക്കാലിക ആശ്വാസമായിരിക്കുകയാണ്. കേന്ദ്രം 100 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ആശുപത്രിയുടെ കേന്ദ്ര ബ്രാൻഡിംഗ് പുരോഗമിക്കുന്നതിനിടെയാണ് സംസ്ഥാനത്തിന് കേന്ദ്രം ഫണ്ട് അനുവദിച്ചത്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലെ 1255 കോടി, കാരുണ്യ ബനവലന്റ് ഫണ്ടിലെ 200 കോടി, മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മരുന്നു വാങ്ങിയ വകയിൽ 300 കോടിയിലധികം രൂപ, 108 നടത്തിപ്പിന് 70 കോടി രൂപ, ഇങ്ങനെ വിവിധ പദ്ധതികളിലായി ആരോഗ്യവകുപ്പിന് കുടിശ്ശികയാണുള്ളത്. കേന്ദ്ര ഗ്രാന്റ് കിട്ടാത്തതാണ് കുടിശ്ശിക കൂടാൻ കാരണമെന്നായിരുന്നു ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. 637 കോടി രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലുൾപ്പെടെ കേന്ദ്രവിഹിതം കിട്ടാനുള്ളത്. ഇതിലാണ് 100 കോടി അനുവദിച്ചിരിക്കുന്നത്. കേന്ദ്രം കൂടുതൽ ഫണ്ട് അനുവദിച്ചാലും സംസ്ഥാന സർക്കാരിന്റെ വിഹിതം കൂടി കിട്ടാതെ നിലവിലെ കുടിശ്ശിക തീർക്കാനാകില്ല. കാരുണ്യ ബനവലന്റ് ഫണ്ട് വഴിയുള്ള സൗജന്യ ചികിത്സ പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുകയാണ്. കേന്ദ്ര മാനദണ്ഡങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കാത്തതിനാൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പുതിയതായി ആളുകളെയും ചേർക്കുന്നില്ല. ഇതിനിടയിലാണ് 70 കോടി രൂപ കിട്ടിയില്ലെങ്കിൽ ജൂൺ മാസത്തെ ശമ്പളം കൊടുക്കാനാകില്ലെന്ന് 108 നടത്തിപ്പ് ചുമതലയുള്ള സ്വകാര്യ കമ്പനി സർക്കാരിനെ അറിയിച്ചത്. കുടിശ്ശികകൾ ലഭിച്ചില്ലെങ്കിൽ മരുന്നു വിതരണത്തെയും സാരമായി ബാധിക്കുമെന്ന് മരുന്ന് കമ്പനികളും അറിയിച്ചിട്ടുണ്ട്. നിലവിൽ അനുവദിച്ച 100 കോടിയിൽ ജീവനക്കാരുടെ ശമ്പളമടക്കമുള്ള പ്രതിസന്ധി തീർക്കാനാകും സർക്കാരിന്റെ ശ്രമം. ആശുപത്രികളുടെ പേര് ആയുഷ്മാൻ ആരോഗ്യമന്ത്രി എന്നാക്കി മാറ്റണമെന്ന കേന്ദ്ര നിർദ്ദേശം പാലിച്ചു തുടങ്ങിയതോടെയാണ് കേന്ദ്രം ഫണ്ട് അനുവദിച്ചത്. 7000-ലധികം ആശുപത്രികളുള്ളതിൽ 40-ൽ താഴെ ആശുപത്രികളിലാണ് ഇപ്പോൾ ബ്രാൻഡിംഗ് പൂർത്തീകരിച്ചിരിക്കുന്നത്. റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ.